സാർ ഇപ്പോൾ പറഞ്ഞല്ലോ അധ്യാപകർ ടെക്നോളജി ഇൻറ്റിഗ്രേറ്റ് ചെയ്യണമെന്ന്. അപ്പം അത് ഏതൊക്കെ രീതിയിലാണ് അധ്യാപകർ അത് പഠിച്ചെടുക്കേണ്ടത്? അടിപൊളി, നല്ല ക്വസ്റ്റ്യൻ. ഈ അധ്യാപകർ ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇത് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കെ നമ്മളിത് പഠിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അധ്യാപകർക്ക് ഒരുപാട് AI ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. ഒരു ചിലവുമില്ലാതെ സ്മാർട്ട് ഫോണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AI ടൂൾസ് കിട്ടും. ലെസൺ പ്ലാൻ ഉണ്ടാക്കാനും ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പുള്ള എല്ലാ പ്രിപ്പറേഷൻസിനും വേണ്ടിയിട്ട് AI ടൂൾസ് ഉണ്ട്. ഉദാഹരണത്തിന് ചോക്കി AI എന്ന് പറഞ്ഞിട്ടുള്ള AI ടൂൾ ഉണ്ട്, എഡ്ജ് കഫേ, ഗൂഗിൾ CR, അതേപോലെ തന്നെ ജെമിനി AI. ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇന്ന് അധ്യാപകർക്ക് നമ്മുടെ ഫോണിൽ കിട്ടുന്നതാണ്. ആ ഫോണിൽ കിട്ടുന്ന ഈ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഉപയോഗിക്കണതേ ഇത് പഠിക്കാനൊന്നും ഒരു പണിയില്ല, വളരെ ഈസി ആയിട്ട് നമുക്കിത് പഠിച്ചെടുക്കാം. അതുപോലെ ലൈബ്രറി, ഞാനൊരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കുട്ടികളോട് വായനയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു വിദ്വാൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, സാർ ഞാൻ ലൈബ്രറി പുസ്തകങ്ങളൊന്നും എടുത്ത് വായിക്കുന്നില്ല, പക്ഷേ childrenslibrary.org.com ഈ ഒരു സാധനം ഉണ്ട് സാർ, ഇതൊന്ന് പോയിട്ട് വായിച്ചു നോക്കണമെന്ന്. ഞാനന്ന് വൈകുന്നേരം പോയിട്ട് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല ഗംഭീരമായിട്ട് ഏത് പുസ്തകം വായിക്കണമെങ്കിലും ഓൺലൈനായിട്ട് വായിക്കാനുള്ള സൗകര്യം. അപ്പോൾ ഇന്ന് അധ്യാപകർ ഓൺലൈൻ ലൈബ്രറി എന്താണെന്ന് അറിയാത്ത ആളുകൾ പോലും ധാരാളം ഉണ്ട്. അപ്പോൾ ടെക്നോളജിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു getepic.com നല്ല സൂപ്പർ ലൈബ്രറിയാണ്. അങ്ങനെയുള്ള ലൈബ്രറികളൊക്കെ ഉപയോഗിച്ച് കൊണ്ട് അധ്യാപകർ എന്ത് ചെയ്യണം, വായിക്കണം. ടെക്നോളജിയെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇഷ്ടംപോലെ വെബ്സൈറ്റുകളും ഏറ്റവും മികച്ച രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസും ഇന്ന് അധ്യാപകർക്ക് ലഭ്യമാണ്. പക്ഷേ പലരും അത് എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കുട്ടികൾ ടെക്നോളജി ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അധ്യാപകർ അത് ഉപയോഗിക്കാതിരിക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. പഠിക്കാം, വളരെ ഈസി ആയിട്ട് പഠിക്കാം. എല്ലാ ടൂൾസും ഇന്ന് നമ്മുടെ സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്.